എന്തൊരു ചൂടല്ലേ. നിന്നോട് ഞാൻ ഒരു ഗ്ലാസ് മോരും വെള്ളം എടുക്കാൻ പറഞ്ഞിട്ട്. അതും കൊണ്ടല്ലേ വരുന്നത്. ഇതാ പിടിച്ചോ. എല്ലാം വാടിപ്പോയല്ലേ. പിന്നെ ഒരു കാര്യം പറയട്ടെ. ഓ പറഞ്ഞോ. ഇത് കണ്ടോ, ഇതാ ഞാൻ അന്ന് പറഞ്ഞ സ്ഥലം കണ്ടോ. ഇതെവിടെയാ നിന്റെ വിചാരം? അല്ലേ, ഇതെവിടെയാണെന്ന് നിന്റെ വിചാരം? ഇത് വയനാട്. വയനാട് തോൽപ്പെട്ടി. ഇതാണ് ആ മണാലി പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പോവാനാ പറഞ്ഞേ. അപ്പൊ നീക്ക് മണാലി തന്നെ പോകണം. അത് പിന്നെ എല്ലാരും പറഞ്ഞു ഭയങ്കര രസമുള്ള സ്ഥലമാന്ന്. അതുകൊണ്ടല്ലേ ഇതൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാലോ എന്ന് ഞാൻ അന്ന് വിചാരിച്ചു. ഇന്ന് സാരില്ല, സത്യേട്ടന്റെ ഇഷ്ടം പോലെ നമുക്ക് ദേ വയനാട് പോകണം. കണ്ടോ എന്ത് രസം അത് കണ്ടോ. അതിനകത്ത് ഏറുമാടത്തിലൊക്കെ നമുക്ക് താമസിക്കാം. ഞാൻ മുമ്പ് പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ, ഇപ്പോഴല്ല കുറെ മുമ്പ്. അവിടെ ഇതാരാ നോക്കൂ. രണ്ടാളും കൂടി പൂന്തോട്ടത്തിലാണോ? എന്താ ഈ വഴിക്കൊന്നും കാണല്ലോ. ഞാൻ വരലൊക്കെ ഉണ്ട് ചങ്ങാതിയോളെ. നിങ്ങള് രണ്ടാളും ഇവിടെ ഇല്ല. വരുമ്പോ രണ്ടാളും യാത്ര പോവലാണ്, ടൂറ് പോവലാണെന്നൊക്കെയാണ് ഇപ്പൊ. ഞങ്ങളെ കഴിഞ്ഞ ആഴ്ച മണാലി ഒന്ന് പോയി. ഓ കുളു മണാലി. അതെ അതെ, ഗംഭീര സ്ഥലം അല്ലേ? നല്ല സ്ഥലം. തണുപ്പൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുന്നതാണ്. ചോദിച്ചോക്ക്. അതൊന്നും നമ്മൾ നോക്കണില്ല, നമ്മളങ്ങ് പോവാന്നെ. എന്താ എനർജി ഒരു പടി കൂടി. ഈ 60s ന്യൂ 30 എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചാണ്. അല്ല ശീതളം പ്രായം കൂടിയിട്ടൊന്നുമില്ല. അല്ല പ്രായത്തിന്റെ അല്ല, പ്രാരാബ്ധാണ്. ഞങ്ങക്ക് പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ, കുട്ടികളും മക്കളൊന്നും ഇല്ല. അപ്പൊ പിന്നെ എവിടക്കെങ്കിലും ഒക്കെ അങ്ങോട്ട് പോവും, സന്തോഷിക്കുക. വേറെന്താണ്? അതന്നെ, നമുക്ക് കിട്ടിയത് നമ്മള് സന്തോഷത്തോടെ അങ്ങോട്ട് സ്വീകരിക്കുക. അല്ലാതെ ഞാനിപ്പോ എന്താച്ചാൽ നമ്മള് ഈ പറഞ്ഞ മാതിരി കുട്ടികളെ വളർത്തിണ്ടാക്കി അവരൊക്കെ ഒരു പാത്തിക്കൊക്കെ ആക്കിയെന്നൊന്നും സ്വസ്ഥത കിട്ടും വിചാരിച്ചു. അപ്പൊ അത് അവരുടെ മക്കളെയും കൂടി നോക്കേണ്ട അവസ്ഥ നമുക്ക്. ഇപ്പൊ ഈ വേഗത്ത് എവിടെ പോയിട്ട് വരിക? ഇല്ല, ഞാനേ ഡ്രൈവിംഗ് സ്കൂൾ വരെ ഒന്ന് പോയി. എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടല്ല, ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പഠിക്കാന്ന് വെച്ചു. ഡ്രൈവിംഗ് പഠിക്കേ? അല്ല ഇപ്പൊ എന്താ ചെയ്യാ, അത്യാവശ്യം വന്നാ നമ്മൾ ഇതൊക്കെ ചെയ്യണല്ലോ. സർവീസിലിരിക്കണ സമയത്ത് നമ്മളെ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ അത് വേണ്ടി ഒന്നുമില്ല. പിന്നെ വല്ലപ്പോഴും ഒന്ന് പുറത്ത് പോകണമെന്ന് വെച്ചാൽ വാടകയ്ക്ക് വിളിച്ചാൽ കാര്യം നടക്കും. പിന്നെ എനിക്ക് അതിനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അന്നേ. എന്താ ഇപ്പൊ എന്താച്ചാൽ അവനെ സ്കൂളിൽ കൊണ്ടാക്കണല്ലോ, കുട്ടീനെ. കൊണ്ടാക്കി കൊണ്ടുവരും വേണം. അപ്പൊ അതിനൊരു വണ്ടി ഏൽപ്പിച്ചായിരുന്നു. അപ്പൊ ഈ വണ്ടിക്കാരൻ ഈ സകലമാന കുട്ടികളൊക്കെ എടുത്തു വരുമ്പോ നേരം വൈകും. ഇനിയിപ്പൊ ഇയാളൊന്ന് നേരത്തെ വന്ന് നമ്മളൊന്ന് കുട്ടിയുടെ ബട്ടൺസ് ഒന്നും ഇടാത്തിരി വൈകി അയാളുടെ ചീത്ത വേറെ. ഇതൊക്കെ പാടെ ഇപ്പൊ പരാതി എന്തായാലും ഞങ്ങൾ അറിയാനായിട്ട് മുമ്പ് ബാംഗ്ലൂർക്ക് എത്തിയിരിക്കണം. അപ്പൊ അവൻ വിളിച്ച് പറയാ അച്ഛനൊന്ന് കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കി എന്താ കുഴപ്പം. അതെ, പ്യാരിയുടെ നിർബന്ധത്തിന് ഡ്രൈവിംഗ് പഠിക്കപ്പോഴേ. അല്ലാതെ എനിക്കിപ്പോ എന്തിനാ ഈ കാലത്ത് ഡ്രൈവിംഗ് പഠിക്കണ്ട കാര്യം.